രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തക്ഷണേ വന്നു സുഗനാം നിശാചരർ പുഷ്കരെ നിന്ന് വിളിച്ചു ചൊല്ലിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കരസൂനു പരാക്രമവാരിധി ഭാനുതനയനാം ഭാഗതേയാംബുധി വാനരരാജാ മഹാകുല സംഭവ ആതിഥേയേന്ദ്രസുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോട് വൈരമെനിക്കേതുമില്ല, മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേനതിനെന്തുതേ. മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാ നഗരിക്ക് പോയിക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായോന്നു കേവലമെന്നുട ലങ്കാപുരമടോ. അല്പസാരന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്നു കാട്ടുന്നിതെന്നോടിവിടെ വന്നന്ധകാരം നിനച്ചീടായിക നീ വൃഥ. യുദ്ധം സുഗോക്തികൾ കേട്ടു കവികുലമുദ്ധായ ചാടിപ്പിടിച്ചാരതിദ്രുതം. മുഷ്ടിപ്രഹരങ്ങളേറ്റു സുഗൻ അതിക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിധി രാമനാഥ പരിത്രാഹി മാം. രഘുപതി ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ, നാഥാധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്താശു മാനവവീരാഹദോഹം പ്രപാഹിമാം. യുദ്ധം സുഖപരിദേവനം കേട്ടൂര് ഭക്തപ്രിയൻ ഭരതൻ പുരുഷോത്തമൻ. വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു സുഗന്ധത. ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങ്. ദശഗ്രീവനോടത് ചൊല്ലിയിടുകെന്നത് കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശു സുഗനോട് സത്വരം. ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണമാശു. സുപുത്രബലാന്വിതം ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടീടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകണമെനിക്ക് കിഷ്കിന്ധയ്ക്ക്. രണ്ടില്ലതിനൊന്നു ചെന്നു ചൊല്ലിയിടു നീ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാന്വയോദ്ഭവൻ താനും മരുൾ ചെയ്തു. വാനരന്മാരെ സുഗനെ ബന്ധിച്ചുകൊണ്ടൂനമൊഴിഞ്ഞിങ്ങ് കാത്തുകൊണ്ടിടുവാൻ ഞാനുര ചെയ്ത അയക്കാവിതെന്നത് മാനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ടു കപികുലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായ രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകളവണ്ണമുള്ളത് കേട്ടോരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്വിതം ചീർത്ത ഖേദത്തോടും ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ. തൽക്കാലമർക്കകുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോവരനാ വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തത് കേട്ടേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്കണമെന്ന് വന്നാൽ വഴിയും വരും എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നത് തോന്നിയതങ്ങനെ തന്നെ എന്നർണവതീരെ കിഴക്ക് നോക്കി തൊഴുതു. അർണോജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും മൂന്നഹോരാത്രം ഉപാസിച്ചിതിങ്ങനെ. മൂന്ന് ലോകത്തിനും നാഥനാമീശ്വരൻ ഏതുമിളകീല വാരിധിയും അതിക്രോധേന രക്താന്ത നേത്രനാം നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ. കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇത് പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെന്നിയെ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ. വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്ത് വില്ലും കുഴിയക്കുല ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശ്രീമുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ. വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. യുദ്ധം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞതു. മിത്രനും ഭംഗി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചു മിട്ടാൽ കവിഞ്ഞു വന്നു തുങ്കമായ തരംഗാവലിയോടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി അത്യുഗ്രനക്ര ശിശിഷാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞൂരു കാന്ത്യാ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികെ വെച്ചു സത്രവം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്തിയാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപതി ത്രാഹിമാം ത്രാഹിമാം
പൗലസ്ത്യനാശന ത്രാഹിമാൻ രമാപതി. ആദികാലേ തപമായ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമതാർക്കു നീക്കാവൂ തവമതം.